ആവേ മരിയ. എൻ്റെ പേര് ഐഷ് മരിയ അൽഫോൻസ്. നമ്മൾ താമസിക്കുന്നത് ഷാർജയിലാണ്, നാട്ടിൽ കൊല്ലം. ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് 21 ഞാൻ 2019 ബാച്ചിലർ ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നേരെ ജോലിക്കായിരുന്നു പോയത്. 2020 ജോബ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കൂടെ പാർട്ട് ടൈമായിട്ട് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിന് ജോയിൻ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് കോവിഡൊക്കെ വന്നു. അപ്പോൾ ക്ലാസ്സസ് ഓൺലൈനായി. പിന്നെ അത് നല്ലോണം പോയില്ല, അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. ജോബ് പിന്നെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2021 വേറെ ഒരു സ്ഥലത്ത് പിന്നെയും ഞാൻ ജോയിൻ ചെയ്തു. അത് പക്ഷേ അവരെനിക്ക് ക്ലാസ്സസേ തന്നിട്ടില്ല. അപ്പോൾ അത് നേരെ അവരെന്നോടൊന്ന് എക്സാം എഴുതുമോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് ഒന്നും ആയില്ല, അതും അങ്ങനെ പോയി. അത് കഴിഞ്ഞ് 2022 ആയപ്പോഴത്തേക്കും നമ്മൾ കാനഡ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എല്ലാം ആദ്യം സ്മൂത്തായിട്ട് പോയി. പേയ്മെൻറ്റ്സ് എല്ലാം ചെയ്തു. ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും 2022 ഓഗസ്റ്റിലാണ് ഞാൻ ഫസ്റ്റ് ടൈം വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഡിസിഷൻ വരാൻ ഓൾമോസ്റ്റ് 2 months എടുത്തു. ഡിസിഷൻ വന്നപ്പോൾ എനിക്ക് റെഫ്യൂസലായിരുന്നു വന്നത്. അപ്പോൾ അന്ന് ഞാൻ പ്രാർത്ഥനയിലൊന്നും അത്രയും നന്നായിട്ട് പ്രാർത്ഥിക്കത്തൊന്നുമില്ലായിരുന്നു. പള്ളിയിൽ പോകാനൊക്കെ നല്ല മടിയായിരുന്നു, ഉഴപ്പായിരുന്നു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റെഫ്യൂസൽ വന്നപ്പോൾ എൻ്റെ കസിനാണ് എന്നോട് ആദ്യമായിട്ട് കൃപാസനത്തിനെ കുറിച്ച് പറയുന്നത്. എന്നോട് ആദ്യം പറഞ്ഞപ്പോഴും എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര ലൈറ്റായിട്ടായിരുന്നു എടുത്തത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് നല്ല വിശ്വാസമായിരുന്നു. അമ്മ അന്നേരം ഒരുപാട് പുഷ് ചെയ്യുമായിരുന്നു, പ്രാർത്ഥിക്കാം, നമുക്ക് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാമെന്നൊക്കെ. എന്നിട്ട് നവംബർ ആയപ്പോൾ അമ്മ എടുത്തു ഉടമ്പടി. എന്നിട്ട് എൻ്റെ കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഞാൻ അമ്മ എടുത്തിട്ടുണ്ടല്ലോ ഉടമ്പടി, അപ്പോൾ എനിക്ക് കിട്ടും, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ പേര് ഉടമ്പടിയിലുണ്ട്, അപ്പോൾ അത് മതി എനിക്ക് അപ്രൂവൽ കിട്ടാൻ എന്നുള്ള വിചാരമായിരുന്നു എനിക്ക്. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. എന്നിട്ട് നമ്മൾ പിന്നെയും രണ്ടാമത് നവംബറിൽ എന്നിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണ്. അമ്മ അന്നേരം ഉടമ്പടിയിലാണ്, ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് നവംബർ ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഡിസിഷൻ വരാനും കുറച്ച് ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും വരുന്നത്, പക്ഷേ എൻ്റെത് ഡിലേ ആവുമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നു പ്രാർത്ഥനയിൽ. എന്നിട്ട് എനിക്ക് വിശ്വാസം കൂടി. ഞാൻ ഇവിടുത്തെ അച്ഛൻ്റെ ടോക്കും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി, എൻ്റെ പേര് ഉടമ്പടിയിലുണ്ട്, അത് മതി, അമ്മ എടുത്തിട്ടുണ്ട്, കിട്ടും, ഞാൻ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പായിരുന്നു കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ ഡിസിഷൻ വരുന്നതിന് മുമ്പ് തന്നെ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റും. അന്നേ ഞാൻ കിട്ടുകയാണെങ്കിൽ സാക്ഷ്യം പറയും ഉറപ്പായിട്ടും എന്നുള്ളൊരു വിചാരം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് പറയാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനൊരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു മെയിൽ അയച്ചു. അതായത് എനിക്കിങ്ങനെ ഫസ്റ്റ് റെഫ്യൂസലായിരുന്നു, രണ്ടാമത് ഇപ്പോൾ അമ്മ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു, എനിക്ക് മാതാവ് തരുമെന്ന് ഉറപ്പുണ്ട്, കിട്ടും എന്നൊക്കെ ഞാൻ മെയിൽ അയച്ചു അച്ഛന്, ഡിസിഷൻ വരുന്നതിന് മുമ്പ് തന്നെ. അത്രയ്ക്ക് ഉറപ്പായിരുന്നു എനിക്ക്. പക്ഷേ ഡിസിഷൻ 2 ദിവസം കഴിഞ്ഞ് വന്നു, ഞാൻ ഈ മെയിൽ അയച്ചിട്ട്. അപ്പോൾ അത് റെഫ്യൂസലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല, ഞാനിങ്ങനെ മെയിൽ അയക്കുന്നതും അതൊന്നും. അപ്പം ഞാനൊരു ദിവസം കരഞ്ഞിട്ട് അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇതൊന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ, അപ്പം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇതിന് വേണ്ടിയിട്ട്, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കരുത്, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാലേ കുറച്ചുകൂടി സ്ട്രോങ് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് ജാനുവരി ആയപ്പോൾ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് പിന്നെയും ഒന്നും കൂടി ജാനുവരി 1 അപ്ലൈ ചെയ്തു. അപ്പോൾ ഓൺലൈൻ എടുത്ത ഉടമ്പടി 100% ഞാൻ കമ്മിറ്റഡ് ആയിരുന്നു എന്ന് വെച്ചാൽ അല്ല, കുറച്ചൊക്കെ ഞാനൊരു ഉഴപ്പുണ്ടായിരുന്നു. എനിക്ക് അച്ഛൻ്റെ ടോക്ക് ഷെയർ ചെയ്യാനും സാക്ഷ്യം ഷെയർ ചെയ്യാനൊക്കെ കുറച്ച് മടിയുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ ജാനുവരി അപ്ലൈ ചെയ്യാണ്. അത് എനിക്ക് 15 daysനുള്ളിൽ റിസൾട്ട് വന്നു. അപ്പം വീണ്ടും 3rd ടൈം ഒരു റെഫ്യൂസലാണ് വന്നത്. അപ്പോൾ
വീണ്ടും ഭയങ്കര വിഷമമായി. പക്ഷേ അന്നേരവും ഞാൻ വിചാരിച്ചു ഇല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ, ഞാൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് ഞാൻ പിന്നെയും രണ്ടാമതും ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അന്ന് തൊട്ട് ഞാൻ ഓരോ ദിവസവും ഈ ഉടമ്പടിയായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് എന്ത് അനുഭവം ഉണ്ടായാലും ഞാനിങ്ങനെ ആ ഡേറ്റ് ഇട്ട് ഞാനിങ്ങനെ മെയിൽ എഴുതാൻ തുടങ്ങി. കാരണം എന്തെങ്കിലും ഒരു ദിവസം എനിക്കിതിന് ഒരു പോസിറ്റീവ് റിപ്ലൈ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് സംസാരിക്കാനാണെങ്കിലും എനിക്ക് കറക്റ്റായിട്ടെല്ലാം പറയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് തൊട്ടേ ഞാൻ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഫെബ്രുവരി ആയപ്പം 4th ടൈം ഒന്നും കൂടി അപ്ലൈ ചെയ്യാണ്. അപ്പം അപ്ലൈ ചെയ്യുന്നു. പ്രാർത്ഥന പിന്നെയും സ്ട്രോങ് ആവുന്നുണ്ട്. ഓൺലൈൻ ഉടമ്പടിയിലാണ് അപ്പോഴും. പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പിന്നെയും അതും റെഫ്യൂസലായിരുന്നു. അപ്പോഴത്തേക്കും 4ാമതായപ്പോൾ അപ്പോൾ ഈ 4th ടൈം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പം എനിക്ക് കിട്ടിയ വചനം എന്ന് വെച്ചാൽ എസ്തർ chapter 8 verses 8. You may write a decree in the name of the king and sign it with his royal signet ring. For any document written in the king's name cannot be refused എന്നായിരുന്നു. അപ്പം എനിക്കത് എൻ്റെ SOPയുടെ റിലേറ്റ് ചെയ്തിട്ടാണ് തോന്നിയത്. അപ്പം ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് അയക്കുന്നതിന് മുമ്പ് ഞാൻ അതിൽ ഉപ്പും അമ്മയും ഞാൻ ഉടമ്പടി തൈലമൊക്കെ വെച്ച് കുരിശ് വരച്ചിട്ടാണ് അതാണ് സ്കാൻ ചെയ്തൊക്കെ അയച്ചത്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും 4th ടൈമും റിഫ്യൂസൽ വന്നപ്പോൾ ഭയങ്കര വിഷമമായി. അപ്പോൾ ഈ പ്ലാൻ ഓൾമോസ്റ്റ് ഡ്രോപ്പ് ചെയ്യാം എന്നുള്ളൊരു മനസ്സായി. വീട്ടിൽ നിന്നും കുറച്ചൊക്കെ ഇത്രയും നാളും അവർ സപ്പോർട്ട് ചെയ്തു. പക്ഷേ പപ്പായമ്മയും പിന്നെയും ഒരു ഡൗട്ട്ഫുള്ളായി അവർ വേണോ ഒന്നുകൂടി അപ്ലൈ ചെയ്യണോ എന്ന്. അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഞാൻ പറഞ്ഞു ഈശോയോട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഈശോ കാണിച്ചു തരണം, ചെയ്യണോ വേണ്ടയോ, എന്താണോ നിൻ്റെ ഇഷ്ടം അതുപോലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം 2 തിമോത്തി 21 അധ്യായം 2-ാം വാക്യം. ട്രൈ ടു കം ബിഫോർ വിൻ്റർ. ഞാൻ തുറക്കുമ്പോഴേ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പം വിൻ്ററിന് മുമ്പ് എത്താൻ നോക്കുക എന്നാണ് എന്നോട് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി വിൻ്റർ, അപ്പോൾ അടുത്ത ഇൻടേക്ക് ഉള്ളത് സെപ്റ്റംബർ ഇൻടേക്കാണ്. അപ്പം ഈശോ എന്നോട് അതിനു വേണ്ടി ട്രൈ ചെയ്തോളൂ എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് പറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ഡെഫർ ചെയ്തു അഡ്മിഷൻ. എന്നിട്ട് നമ്മൾ നാട്ടിലേക്ക് വന്നു. 21 മാർച്ചിന് എന്നിട്ട് ഇങ്ങോട്ടേക്ക് കൃപാസനത്തിലേക്ക് വരാനായിട്ട് നമ്മൾ നിൽക്കുമായിരുന്നു. അപ്പം 21 വരുന്നു. 20th രാത്രി എനിക്ക് ഓഫർ ലെറ്റർ അയച്ചു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള ഓഫർ ലെറ്റർ കിട്ടി. അങ്ങനെ പക്ഷേ ഞാനത് അപ്പോൾ അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്തെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ ഇവിടെ വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇത് എനിക്ക് നല്ലതല്ലെങ്കിൽ നീ തരണ്ട, നല്ലതാണെങ്കിൽ ഇതെൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി എനിക്ക് ഡെഫർ ചെയ്യാനും പറ്റില്ല. അപ്പം ഇത് ലാസ്റ്റ് ട്രെയിൻ എന്തായാലും. അപ്പം മാതാവ് തരുന്നെങ്കിൽ തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടെ വെച്ച് ഞാനത് ഏജൻസിയോട് പ്രൊസീഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് ഞാൻ തിരിച്ചു പോയി. എന്നിട്ട് ഞാൻ ഉടമ്പടി എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു, ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥനയിൽ ഒരുപാട് സ്ട്രോങ് ആയി പണ്ടത്തേക്കാളും. എന്നിട്ട് പക്ഷേ ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ഈ ബൈബിളിൽ 7 എന്നൊരു നമ്പർ കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് പുള്ളായിരുന്നു എനിക്ക് ആ 7 എന്ന് എവിടെ കണ്ടാലും ബൈബിളിൽ. അപ്പം ഞാൻ അമ്മയോട് പറയാം, അമ്മ എനിക്ക് 7 എന്ന മനസ്സിൽ വരുന്ന ചിലപ്പം 7-ാം തീയതി ആയിരിക്കും, ചിലപ്പോൾ അപ്രൂവൽ വരുന്നത്, അല്ലെങ്കിൽ 7 ദിവസം കൊണ്ടായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ പറയും, പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടുത്തെ സാക്ഷ്യങ്ങളിലും കാണുമ്പോഴും അച്ഛൻ്റെ ടോക്കിലും ഒരാഴ്ചയിൽ ഇങ്ങനെ ജെറീക്കോ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു അടുപ്പം തോന്നി ആ പ്രാർത്ഥനയോട്. എനിക്കത് പറയണം, എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കണം തോന്നി. അങ്ങനെ ഞാൻ കോവിഡ് ടൈമിൽ കൃപാസനത്തിൻ്റെ ആഗോള ജെറീക്കോ പ്രാർത്ഥനയുടെ വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ 7 ദിവസത്തെയും പ്രാർത്ഥന അന്ന് അവിടെ അച്ഛൻ പറഞ്ഞിരുന്നത് വീടിന് ചുറ്റും നടന്നിട്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഫ്ലാറ്റിലായതുകൊണ്ട് അങ്ങനെ വീടിന് ചുറ്റും നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു ടീപ്പോയിൽ കാനഡയുടെ മാപ്പും നമ്മുടെ വീട്ടിലെ എൻ്റെ അമ്മയും ചേട്ടൻ്റെയും പപ്പയുടെയും ഒരു ഫോട്ടോയും വെച്ചിട്ട് അതിന് 2 തിരി വെച്ചിട്ട് ഞാൻ ആ ടീപ്പോയുടെ ചുറ്റും നടന്ന് 7 ദിവസം ഞാൻ ജെറീക്കോ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. അപ്പം ജെറീക്കോ പ്രാർത്ഥനയുടെ 5-ാമത്തെ ദിവസം അമ്മയും പപ്പയും എന്ന നാട്ടിലുണ്ടായിരുന്നു.
അപ്പോൾ അമ്മ അന്ന് കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എന്തെങ്കിലും ഒരു റിപ്ലൈ വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് തന്നെ ഞാൻ കയറി നോക്കിയപ്പോൾ എന്തോ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിസൾട്ട് ഓപ്പൺ ആക്കിയില്ല. ഞാൻ അതേപടി തന്നെ ഞാൻ ലാപ്ടോപ്പ് ഓഫ് ചെയ്തിട്ട് ഞാൻ നേരെ പോയൊരു കൊന്തയും ചൊല്ലി ഞാനൊരു ഡ്രസ്സ് എടുത്ത് മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ, ഇതായിരിക്കും ഞാൻ സാക്ഷ്യം പറയുകയാണെങ്കിൽ ഇടാൻ പോകുന്ന ഡ്രസ്സ്, ഇനി ഞാൻ വേറെ ഒരിടത്തും ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് മാറ്റി വെച്ചു. പക്ഷേ അതേസമയം ഞാൻ വിട്ടുകൊടുത്തു പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഇതെനിക്ക് നല്ലതാണെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി. ഇത്രയും നാളും എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. എനിക്കിത് വേണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് എന്തോ എവിടുന്നോ എനിക്ക് ഈശോയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ എനിക്ക് കിട്ടി. ഞാൻ അന്ന് രാത്രി കിടന്നുറങ്ങി, നന്നായിട്ട് ഉറങ്ങി. രാവിലെ 5:45 നമുക്കവിടെ മാസ് രാവിലെ. പക്ഷെ അന്ന് ഞാൻ 4 മണിക്ക് എണീറ്റു, കുറച്ച് നേരം പ്രാർത്ഥിച്ചു, റെഡിയായി 5 മണിക്ക് ഞാൻ പള്ളിയിൽ പോയി മാസെല്ലാം കണ്ടു. ഞാൻ ഫോണുകൂടി എടുത്തിട്ട് പോയി. ഞാൻ മാസെല്ലാം കഴിഞ്ഞ് ആരാധന ഉണ്ടായിരുന്നു. ആരാധനയും കഴിഞ്ഞ് ഞാൻ താഴെ മാതാവിൻ്റെ മുമ്പിൽ ഗ്രോട്ടോയിൽ വന്ന് എന്നിട്ടാണ് ഞാൻ നോക്കിയത്. റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് അപ്രൂവലായിരുന്നു വന്നത്.